വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റ് ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് കറീൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോൾ ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ നല്ല കിടിലൻ കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഒരു 1/4 കപ്പ് പരിപ്പ് കഴുകിയിട്ട് നമ്മൾ ഒന്ന് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു അര കഷ്ണം സവാളയും ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ഒരു ഇത്തിരി മുളക് പൊടിയും ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് ഇതൊന്ന് വേവിച്ച് കൊണ്ടുവരാം. ഇനി ഒരു 1/4 കപ്പ് തേങ്ങ, ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും അതുപോലെ നുള്ളി ജീരകവും കുറച്ച് വെള്ളവും ചേർത്തിട്ട് തരിതരിപ്പായി അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇത് നമ്മൾ പരിപ്പ് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഒരുപാടങ്ങ് വെന്തോടേണ്ട കേട്ടോ, ഇതുപോലെ വേണം. ഇനി നമ്മൾ നേരത്തെ അരച്ചുകൊണ്ട് വന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഈ ഒരു പരിപ്പ് ഒന്ന് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാടങ്ങ് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് ഇതുപോലെ കാണാൻ കിടക്കും വേണം. അപ്പോൾ ഇനി നമുക്ക് അരച്ചു കൊണ്ടുവന്നത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. മിക്സിയിൽ കുറച്ച് വെള്ളവും ചേർത്തിട്ട് അതും കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ലൂസായിട്ടുള്ള കറിയല്ല കേട്ടോ, എന്നാൽ ഒരുപാട് തിക്കായിട്ടുള്ള കറിയല്ല. അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അടുപ്പത്തൊന്ന് നമുക്കിതൊന്ന് ഫ്ലെയിം ഓൺ ആക്കിയിട്ടൊന്ന് തിളപ്പിക്കാൻ വെക്കാം. അതുപോലെ പരിപ്പ് കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്കിതിലേക്ക് ഒരു 2-3 ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിലൊന്ന് വാട്ടിയിട്ട് ഇതുപോലെ ഒന്ന് വറുത്തിട്ട് കൊടുക്കാം. ഇതാണ് ഈ കറീൻ്റെ പ്രത്യേക ടേസ്റ്റ് എന്ന് പറയുന്നത്. ആ കുഞ്ഞുള്ളീൻ്റെ ടേസ്റ്റ് കിടക്കുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നാൽ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റുമാണ്. അതുപോലെ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ പരിപ്പ് കറി കൂട്ടുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല.